മച്ചമാരെ വെൽക്കം ബാക്ക് അഗെയിൻ. എൻ്റെ സ്വന്തം കുട്ടനോടൊപ്പം എൻ്റെ സ്വന്തം ഡോണിനോടൊപ്പം ഞാൻ എക്സ്പ്ലോർ മല്ലുവാണ്. നമ്മൾ ഈ കാണുന്ന റൂമിലാണ് സ്റ്റേ ചെയ്തത്. ഇന്നലത്തെ വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ താമസിച്ചത്. ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്നലെ ഈ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അതേസമയം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ ആ ഒരു വൈബിൽ തന്നെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഏകദേശം സെറ്റായിട്ട് നമുക്ക് എന്താവണം, നേരെ നമുക്ക് എവിടേക്ക് പോകുന്ന മൂത്തെ ഡാമിലേക്കല്ലേ? അതെ, ഡാമിലേക്കാണ് പോകുന്നത് കേട്ടോ. ഡാമിൻ്റെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. നല്ല കിടുക്കാഴ്ച കിണ്ണം കാഴ്ച വീഡിയോ തന്നെ ആയിരിക്കും. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇവിടുന്ന് തൊട്ടുള്ള ഒരു വീഡിയോ ഡാമിലേക്ക് എത്തുന്ന നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും ഈ ഒരു വീഡിയോയിൽ കാണാം. ഞങ്ങൾ പോട്ടെ? ഓക്കെ പോലെ മൊത്തേ ഓക്കെ. അങ്ങനെ മച്ചാന്മാരെ നമ്മളിങ്ങനെ ഒരു ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ക്രൗഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ആൾക്കാർ ഇങ്ങനെ കയറിയിട്ട് എന്തോരം കയറ്റുന്നത് മച്ചാന്മാരെ. അങ്ങനെ നമ്മളിങ്ങനെ ഈ റോഡിലൂടെ ഇങ്ങനെ ഓടിച്ച് പോകുന്ന സമയത്ത് ഒരാളെ കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാനുള്ള റൂമിൽ അതുകൊണ്ട് പാർസൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പാർസൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോത്തിന് കയറിയിട്ട് നമുക്ക് അവർക്ക് തയ്യാറാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഉച്ചക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി തരുന്നുണ്ട്. ആളെ ഞാൻ കാണിച്ചു തരാം. അതാക്കണ്ടോ ഈ കാണുന്ന വ്യക്തി കേട്ടോ. ഈ കാണുന്നത് ഈ വരുന്നത് നാം ക്യാ? ഓക്കെ, താങ്ക് യു. അപ്പോൾ അതേ സമയത്ത് നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് ഉച്ചക്കത്തുള്ള ഭക്ഷണം തയ്യാറാക്കി തരികയാണ്. ഇനി ഏകദേശം ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡ്. ഈ ഓൾ ഇന്ത്യ കേരള ടു കാശ്മീർ. 2 members കേരള ടു കാശ്മീർ ഓൺലി. ഓൾ ഇന്ത്യ. ഓക്കെ മച്ചമാരെ, ഈ ഒരു ബോർഡ് കണ്ടോ? ചിത്രദുർഗ 133 കിലോമീറ്റർ. അതുപോലെ ബാംഗ്ലൂരിൽ നിന്നുള്ള ബോർഡ് കാണുന്നുണ്ട്. പിന്നെ ഹുബ്ലി എന്ന് പറഞ്ഞാൽ നേരെ കേട്ടോ, അഥവാ 149 കിലോമീറ്റർ. നമുക്ക് ഹുബ്ലി ഭാഗത്തൊക്കെ പോകേണ്ടതുണ്ട്. എന്നാൽ നൈസായിട്ട് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി അപ്പുറത്തിലൂടെയുള്ള ഹൈവേയിലാണ് നമുക്ക് പിടിക്കേണ്ടത്. ഇത് നേരെ നമുക്ക് ഹംപിയിലോട്ട് പോയ ആ ഒരു റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ മറ്റൊരു ഹൈവേ നമ്മൾക്ക് വെച്ച് കീറണം, അലക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഏകദേശം ഒരു 8-9 കിലോമീറ്റർ നമുക്ക് സ്പോട്ട് ചെയ്യണം അല്ലേ? കൂട്ടി വെക്കാം, വിജയവിൻ്റെ കൂടി കൂട്ടിയിട്ട് കത്തിച്ചിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വെച്ചലക്കാൻ വേണ്ടി പോകട്ടോ. അതേസമയം നേരത്തെ കഴിഞ്ഞ വീടുകളൊക്കെ കണ്ട പോലെ തന്നെ ഉള്ള ഒരു കാറ്റാടി അതൊക്കെ ചുറ്റും നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ടെൻ്റ് അടിച്ച ആ ഒരു പിന്നെ പെട്രോൾ പമ്പാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നു കേട്ടോ. അപ്പോൾ നൈസായിട്ട് വെച്ച് പിടിക്കട്ടെ. നോക്കിപ്പോടോ. ആ എങ്ങനെ ഓക്കെ. അപ്പോൾ അതേസമയം ഇവൻ്റെ ഇക്ക അതാ പോകുന്നു കേട്ടോ. നമ്മൾക്ക് ഇനി ഇത് ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ട് ആ ഒരു ഭാഗത്തേക്ക് മറ്റേ ഹൈവേയിലേക്ക് ഇറങ്ങേണ്ടത്. മച്ചാമാരെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ടണലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിലൂടെ ഈ ഒരു ഹൈവേ പിടിച്ചിട്ട് വേണം അതിൻ്റെ ആ ഒരു റൂട്ടിലൂടെ ഇങ്ങനെ വണ്ടി പോകാൻ വേണ്ടി. അതേസമയം നമ്മുടെ ചെക്കന്മാരാണ് പോകുന്നുണ്ടോ. അതാണ് ഈ ഒരു ടണലിൻ്റെ അതേ റൂട്ട്. ആ ഒരു ലോറി പോകുന്നുണ്ടോ, അതേ റൂട്ടിൽ വേണം നമുക്ക് ഇങ്ങനെ വെച്ചലക്കാൻ വേണ്ടി. ഈ റൂട്ടിൽ ഇങ്ങനെ പോകും. ഒരു മലയാളിയുടെ റൈഡറെ കിട്ടിക്കുന്നു കേട്ടോ. KL 43. നിങ്ങളെവിടെ സ്ഥലം? എവിടെ? കൊച്ചി. ഓക്കെ. എവിടേക്ക് റൈഡ് ചെയ്യാം? അജ്മീർ, രാജസ്ഥാൻ. ഓക്കെ, അജ്മീർക്ക് പോകുന്നവരാ കേട്ടോ. എന്നെത്തും അറിയില്ല. നോക്കണ ഈ പ്രായത്തിലും നമ്മളെ പൊളിയല്ലേ? അടിപൊളി. ഇത് കാണും, ഇങ്ങനെ റൈഡർ കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. സെറ്റ് മുഖം കാണട്ടെ. പൊളി. ഓക്കെ സെറ്റ് കേട്ടോ. കൊച്ചിക്കാരാണ്, അജ്മീർക്ക് പോകുന്നതാണ് റൈഡ് ചെയ്യുന്നവർക്കാണ്. KL 43. അങ്ങനത്തെ മച്ചന്മാരെ നമ്മൾ ഡാമിലേക്ക് സ്പോട്ട് ചെയ്തിട്ടോ. ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കവാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ജസ്റ്റ് ഇവിടെ സൈക്കിള് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളിവിടെ നിൽക്കില്ല മുത്തേ.
ഇവൻ ഇവിടെ നിൽക്കും. ഞങ്ങൾ രണ്ടാളും പോയിട്ട് വീടും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. അതേസമയം നമ്മളെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചാരി വെച്ചിരിക്കണം സ്റ്റാൻഡ് കിടന്നുകൊണ്ട്. നമുക്ക് ദോശയും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. ഇതാണ് കേട്ടോ ദോശ. ഈ ദോശക്ക് ഒന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് എന്താകാന് ഡാം കാണാൻ വേണ്ടി. ആദ്യം ഫുഡ്, പിന്നെ എക്സ്പ്ലോറിങ്. അതല്ലേ നമ്മളെ പോളിസി. അതെ. ഏകദേശം ഒരു 4 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാണ്ടെന്ന് പറഞ്ഞിട്ടോ. അഥവാ ഈ ഒരു കവാടത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഡാമിലേക്ക് അങ്ങോട്ട് 4 കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് എന്നിട്ടുള്ള കാഴ്ചകൾ മനോഹരമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, കാണാം. അങ്ങനെ മച്ചാമാരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വെൽക്കം ടു തുംഗഭാദ്ര ഡാം. ഇതാണ് കേട്ടോ ഈ ഒരു ഡാമിൻ്റെ എൻട്രൻസ് പറയാനുള്ളത്. ഇവിടെ ടിക്കറ്റ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം നമ്മളെ ചെക്കൻ അവിടെ സൈക്കിൾ നോക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളും കയറാൻ പോകുന്നത് അല്ലേ. അതേ മരവും ഞമ്മഞ്ഞമാക്കുന്നുണ്ട്. എന്താ തിന്നുന്നത്? ചിപ്സ്. ഉള്ളിൽ പോകുന്നുണ്ടോ? എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല കയറാം. ഓക്കെ, വാ. അങ്ങനെ മച്ചമാരെ ടിക്കറ്റൊക്കെ എടുത്തു. രണ്ടാൾക്ക് വന്നിട്ടുള്ള 20 കേട്ടോ. നമ്മൾ ഇതിലൂടെ കയറിയിട്ട് ടിക്കറ്റിൻ്റെ ആ ഒരു കൗണ്ടർ ഇതായിരുന്നു. അവിടെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതേസമയം നമ്മൾ ചെക്കനും വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ നടന്നിട്ട് വേണം നമുക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ നടക്കാൻ വേണ്ടി. മച്ചന്മാരെ അങ്ങനെ എൻട്രൻസ് ഒക്കെ കടന്നു വന്നിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ വെച്ചാൽ കടലി അതുപോലെ മാങ്ങയൊക്കെ വിൽക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പല കടലൊക്കെ, ഇത് പച്ചക്കടല, ചുവന്ന കടല, നിലക്കടല, മറ്റേ കടല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിക്കൊക്കെ കണ്ടിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അവിടെ ഇവിടെ എന്തോ ഒരു ബോട്ടിംഗ് ലേക്കൊക്കെ കാണുന്നുണ്ട്. ബോട്ടിങ്ങിൻ്റെ ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും ഇവിടെ ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയൊക്കെയാണ്. ഇതൊക്കെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, സർവീസ് ചെയ്യുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നൈസായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. അങ്ങനത്തെ മച്ചന്മാർ നമ്മൾ ജസ്റ്റ് നടന്നപ്പെട്ട ഒരു പാലം കണ്ടിട്ടോ. ഒരു പാലം കണ്ടോ, നല്ല അടിപൊളി പാലാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ, ഇത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡാമിൽ നിന്ന് വരുന്ന കനാലാട്ടോ. കനാലിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അതേസമയം അവിടെ ഒരു കാറ്റടി കാണുന്നുണ്ട്. നമ്മളിലൂടെ ഈ റൂട്ടിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചകൾ ആ ഒരു കാണുന്ന കേട്ടോ ഡാം എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ, ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ടോ, അതാണ് ഡാം. അവിടേക്കുമാണ് നമുക്ക് എത്താൻ വേണ്ടി. നടക്കല്ല, പോയില്ല രമത്തെ. അങ്ങനത്തെ മച്ചന്മാർ അതിൻ്റെ ടോപ്പിലേക്ക് എത്തിയിട്ടോ. ഇവിടെ അതേപോലത്തെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉള്ള ഒരു പാലത്തിൻ്റെ മുകളിലൂടെയൊക്കെ ആളുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ആ ഒരു കനാലിൻ്റെ ഒരു കുറുകിയ ഒരു പാലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ അത്യാവശ്യം ആംഗിയും കാര്യങ്ങളൊക്കെ അത് നേരത്തെ കണ്ട പോലത്തുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. എൻ്റെ മോനെ, ഡാമിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നളിയാതെ കൂടെ പോകാൻ, ഇതിലൂടെ പോയിട്ട് അതിലൂടെ ഇങ്ങനെ പോകാൻ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി കനാലെന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ളൊരു പെയിൻ്റ് കേട്ടോ. റോസ് നിറത്തിലുള്ള കൺകുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. ചുറ്റും അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ വരുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. ഒരു കിട്ടുകാഴ്ച സ്ഥലം തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം പാർക്കും കാര്യങ്ങളുള്ള ഏരിയയാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിലൂടെ നടന്നിട്ട് ബസ്സൊക്കെ കണ്ടോ വരുന്നത്. ആളുകൾ ഇതിലൂടെ വരുന്നുണ്ട്. ചില ആളുകൾ അപ്പുറത്തുകൂടെ, അധികം എക്സിറ്റ് അപ്പുറത്തു കൂടി ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ആളുകൾ ഇതിലൂടെ വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കനാലൊരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഏകദേശം ഷട്ടർ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ആ ഒരു ഭാഗത്താണ് പറ്റുന്നത്. എന്തായാലും നൈസായിട്ട് ഇതിലൂടെ നടന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു രക്ഷയില്ലാത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ചുറ്റും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആ ഒരു പാർക്കൊക്കെ നമുക്ക് പോകട്ടോ എന്നുള്ള കാഴ്ച നമുക്ക് കാണാം. അതേസമയം നമ്മളെ ചെക്കൻ ഇങ്ങനെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഗോപ്രോയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഓ എൻ്റെ പൊന്നളിയാ, വേറെ ലെവൽ പറഞ്ഞാൽ വേറെ ലെവൽ. നല്ല കാറ്റുണ്ട്, നല്ല മഴക്കോളുണ്ട്, നല്ല മഴക്ക് സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് നമ്മൾ പെടുന്നു തോന്നുന്നുണ്ട് കേട്ടോ. പെട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊടുങ്ങും. മഴ വന്നു കഴിഞ്ഞാൽ നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. മഴക്കാരൊക്കെ ഇങ്ങനെ കച്ച കെട്ടി ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുകൂടിയ ഒരു രീതിയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പറഞ്ഞാൽ അത്യാവശ്യം കുറേ ആളുകളുണ്ടോ. കുട്ടികളും മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കോലുമുട്ടായി വീട്ടൊക്കെ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ലെവൽ പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ ആയിരിക്കും ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ. അത്യാവശ്യം നമ്മളിങ്ങനെ നടന്നിട്ട് ഈ ഒരു ഭാഗത്തെത്തി അങ്ങോട്ടൊക്കെ നടന്നു പോകാൻ കേട്ടോ. അതേ രീതിയിലുള്ള നല്ലൊരു കാഴ്ച. മീനൊക്കെ എൻ്റെ പൊന്നോളിയോ, മീൻ ഈ കാണുന്ന മീനാട്ടോ. ഒരു കൂട്ടം കണ്ടോ. പക്ഷെ എൻ്റെ പൊന്നോ,
അങ്ങനെ മച്ചമരത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു മരം പോലെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ഗ്രീനറിയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു പള്ളി പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടറോ അത് അല്ലെങ്കിൽ അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കാം. ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കണമെങ്കിൽ തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പോലീസ് സെക്യൂരിറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിൻ്റെ ആ ഒരു നടത്തിപ്പിനും അതുപോലെ ഇവിടെ സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പോലീസിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു പാർക്ക് ചെയ്യുന്ന ഏരിയ ആയിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്ത്. പാർക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല പൈസ കൊടുക്കുന്നുണ്ട്. ബസ്സിലൊക്കെ വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്ന നല്ലൊരു കിടിലും ഏരിയയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്ക്രീമൊക്കെ ഇവിടെ ഇങ്ങനെ അതുപോലത്തെ ഉള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഓ എന്ത് വ്യൂ ആ നോക്കി, നല്ല പച്ചപ്പിട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആകർഷിക്കുന്നതിനുമായിട്ട് കുട്ടികൾക്കെന്ന് മാത്രമല്ല നമുക്കും ആകർഷണമായിട്ട് കൺകുളിർമയേകുന്ന നല്ലൊരു മനോഹരമായി കാഴ്ച കണ്ടുവരുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഒരു ശില്പം നമുക്ക് ഇതിൻ്റെ ഒരു ചില്ലിൻ്റെ ഒരു കൂട്ടിലൊക്കെ ആയിട്ട് എന്തോ ഒരു സെറ്റപ്പിലൊക്കെ ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശ്രീ MS തിരുമലങ്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു ഡാമിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഒരു കടലാണെന്ന് വേണമെങ്കിൽ പറയട്ടോ. അറ്റമില്ലാത്തൊരു കടൽ. അത്യാവശ്യം എന്ത് വ്യൂ ആ നോക്കി ഈ ഒരു ഭാഗത്ത് ഓരോ പേരിങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ എന്തൊക്കെയാണെന്നൊക്കെ. അത്രയും നല്ല അടിപൊളി കാഴ്ച. അത്യാവശ്യം നല്ലൊരു പാർക്കാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് പേരുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഒരറ്റം കാണുന്നില്ല കേട്ടോ. അറ്റം കാണുന്നില്ല, ഒരറ്റം കാണുന്നില്ല. ഒരു കടൽ പോലെ ഒരു സംഭവം. അതേപോലെ കുരങ്ങൻ നോക്കാം. എൻ്റെ മോനെ വേറെ ലെവലല്ലേ. കുട്ടികളൊക്കെ ഇങ്ങോട്ട് പാർക്കിലൊക്കെ ഇങ്ങനെ ഓരോ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലൊക്കെ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. കുരങ്ങണ്ടൊക്കെ മാങ്ങ നിന്നു ഗെയ്സ്. അതാക്കണം എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഓരോ മാങ്ങി. അത് തൊള്ളിയിലെല്ലാതും ഉണ്ട്. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടോ, ആ കുരങ്ങന്മാർ വരുന്നുണ്ടോ. സെറ്റാട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി അടിപൊളി വ്യൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. അതെല്ലാം നൈസ് കേട്ടോ. ഐസുകളൊക്കെ ഇങ്ങനെ തിന്നിട്ട് അറ്റമില്ലാത്ത ആ ഒരു ഡാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അതേ സമയത്ത് നമ്മൾ ചെക്കനോടെ പോയി അവിടെ ഉണ്ട് വ്ളോഗ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോഴൊരു കാഴ്ച വലിയൊരു മരം കേട്ടോ. നല്ല തണലേകുന്ന നല്ല കിട്ടണം കാഴ്ച, ഒരു കിട്ടുകാഴ്ച നല്ലൊരു ഒരു മരം. അതുപോലെ തന്നെ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റ്. കടൽ ഒരു ബീച്ചിലൊക്കെ പോയ ഒരു അവസ്ഥയിൽ ബീച്ചിലൊക്കെ പോയ അതേ ഒരു ഫീല്. നൈസ്. മച്ചന്മാരെ അങ്ങനെ നമ്മൾ ആ ഒരു പാർക്കിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു ശോകം പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ജസ്റ്റ് അവിടെ ചെറിയ മൃഗത്തിൻ്റെ ആ ഒരു ശില്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേക്ക് പോലത്തെ ഒരു സംഭവങ്ങൾ. ലേക്ക് എന്നല്ല, ആ ഒരു തടാകത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ഒരു തടാകത്തിൽ തന്നെ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ അടിപൊളി. അതിൻ്റെ ആ ഒരു ഇതിലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതേപോലെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ അതിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ, പോകുന്നുണ്ട്. നൈസല്ല, അടിപൊളിയായിട്ട് ഇങ്ങനെ ചവിട്ടുന്ന രീതിയിലാട്ടോ. അതിന് നമ്മൾ തന്നെ കയറിയിട്ട് അതിങ്ങനെ തരും. ജസ്റ്റ് അതിൽ ഒരു ഗൈഡ് പോലൊന്നും ആളുകളുണ്ടാവില്ല. നമ്മൾ ചവിട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് പോകുക എന്നുള്ളത് രൂപത്തിൽ മാത്രം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടിപൊളി. അതേപോലെ തന്നെ മച്ചന്മാരെ ഇവിടെ എന്താ വെച്ചാൽ ഡ്രൈവ് ചെയ്യേണ്ട ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇലക്ട്രോണിക്കിൽ വേണ്ടിയിട്ടുള്ള കാറും കാര്യങ്ങളൊക്കെ കണ്ടോ നൈസായിട്ട് ഇങ്ങനെ ഓടിക്കുന്നുണ്ടോ. സെറ്റല്ലേ. തിരിക്കുന്നില്ലല്ലോ. പോട്ടെ ഈ കുട്ടി ഓടിക്കുന്നുണ്ടോ. സെറ്റല്ലേ. കൊണ്ടേ കുട്ടി എങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് 100 ഈ ഡ്രൈവിങ്ങിന്. അതുപോലെ തന്നെ എന്താ ഒരു കണ്ടോ ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. 50 രൂപ ഓരോ സെക്ഷനൊക്കെ പ്രവേശിക്കേണ്ട റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റീസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. അതാക്കണം. ആ ചങ്ങായി ആ കുട്ടിക്ക് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ചങ്ങായിമ്മ കയറി ഓടിച്ചിട്ടുണ്ടോ. കുട്ടി ഓടിക്കുന്നുണ്ടോ. സെറ്റല്ലേ. അടിപൊളി. എങ്ങനെ ഇരിക്കണേ. ആ ചങ്ങായിക്ക് വരെ ഓട്ടം വയ്ക്കണല്ലോ പഠിച്ചവനെ. അവൻ വന്നിറങ്ങി ചിലപ്പോൾ പെൻസിലൊക്കെ തന്നെ ആയിരിക്കും. ലൈറ്റൊക്കെ എത്തുണ്ടോ. വട്ടച്ചം വരാനേ
എങ്ങനെ ഇരിക്കണേ അതുപോലെ തന്നെ റോട്ടിലൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ, പൊളിയല്ലേ. ആ ആ ആ കൊണ്ടേ കുത്തി. ഇനിയിപ്പോൾ ഈ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കാട്ടോ. ഓരോ ആക്ടിവിറ്റീസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഓരോ സെക്ഷനിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം. അവിടെ ഞാൻ നേരത്തെ കാണിച്ച ഷോട്ടിൽ കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇവിടേക്കുള്ള പ്രവേശിക്കുമ്പോഴുള്ള കാഴ്ച ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഐസ്ക്രീമൊക്കെ കണ്ടോ, ഐസ്ക്രീമിൽ ബാൻഡ് അടിക്കുന്നതാണ്, ഐസ്ക്രീമിൽ ഇരുന്നിട്ട് ആടുന്ന കേട്ടോ. അതുപോലെ തന്നെ ജമ്പിങ്ങുള്ള പരിപാടി, അതുപോലെ ഊഞ്ഞാൽ പോലത്തെ സംഭവം, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തനെ വരുന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അടിപൊളി കുട്ടികൾക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ല ചെറിയൊരു ഏരിയ ആണെങ്കിലും അടിപൊളി സെറ്റപ്പൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ആനന്ദിക്കാൻ പറ്റിയ രീതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് അവിടെ അതിൻ്റെ ഒരു പൈസയും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ്. ഇവിടെ ആർക്കെങ്കിലും വരികയാണെങ്കിൽ ഇത് പോസ് ചെയ്ത് വെച്ചോളി. ഇവിടെ അതിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതിലെ കയറേണ്ടതെന്നുള്ള ഒരു ബാർ കോഡൊക്കെ സ്കാൻ ചെയ്യേണ്ട സെറ്റും കാര്യങ്ങളൊക്കെ. മച്ചന്മാരെ അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. വേ 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അഥവാ മിനി സൂ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൽ. പിന്നെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കവാടം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ നിലവിലുണ്ട്. അതുപോലെ 9 നമ്മൾ 16 കുറേ എന്താ പറയുക ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കിഡ്സ് ബോട്ടിങ് പോയിന്റ് എന്നൊക്കെ ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. മച്ചമരത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കവാടം കടക്കലോടുകൂടി 2 ഭാഗത്തൊരു അടിപൊളി മരം ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മണിപ്പര. അത്യാവശ്യം ഒരു മിനി സൂ ഒക്കെ ഉണ്ടല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ. ജസ്റ്റ് പോയൊക്കെ നമുക്ക് അവിടെ ബോർഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. അതെ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്തുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കാണാം. നിലവിൽ ഈ ഒരു ഭാഗത്തൊന്നും ആളുകളില്ല എന്ന് വേണമെങ്കിൽ പറയല്ല. ഡാം കാണാനാണ് പ്രധാനപ്പെട്ട ആളുകൾ വരുന്നത്. അത്ര ഇതായിട്ടില്ല, ഒരു അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയല്ലേ. ഒരു വൈറലൊന്നും ആയിട്ടില്ല. വൈറലൊക്കെ ആയെങ്കിലും എത്തും. ഈ ഒരു റോഡ് അറിഞ്ഞിരിക്കും. അതെ അത്ര ആൾക്കാരാണ്. പക്ഷെ നല്ല അടിപൊളി പ്ലേസ് ആണ്. എന്റെ വീഡിയോയിൽ നിങ്ങളെ വീഡിയോയിൽ കാണുന്നതോട് കൂടി ഇങ്ങനെ ഇവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വരിക. കാരണം അത് അടിപൊളി, നല്ല തണലും നല്ല തണുത്ത കാറ്റൊക്കെയാണ്. ഈ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മരങ്ങളിട്ട് 2 സൈഡിലും. അത്യാവശ്യം നല്ലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കിട്ടിക്കാച്ചൊരു സ്ഥലമാണെന്ന് നമ്മൾ പറയാം. ആ ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് നല്ല പുൽമേടുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സെറ്റപ്പും ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു മനോഹരമായിട്ടുള്ള പ്ലേസ്. പിന്നെ അതുപോലെ ഫിഷിങ്ങിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മത്സ്യത്തിൽ അവിടേക്ക് ചിലപ്പോൾ പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടി വരും. അവിടെ അതെ കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഓൾറെഡി ഇങ്ങോട്ട് ഓരോ വന്നു കഴിഞ്ഞാൽ എന്താ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പൈസ എടുക്കുന്നുണ്ട്. 20 രൂപ. അതായത് മിനി സൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പും ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൂ കാണാമെന്നുള്ളത് തന്നെയാണ്. ഹായ് സൂ ബന്ദ് ക്ലോസ്. ഓക്കെ കണ്ടോ അച്ചക്കന്മാരത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നടന്നു വന്നിട്ടുള്ള അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള സ്ഥലമൊന്നുമല്ല. അത്യാവശ്യം കാണാൻ നൈസായിട്ടൊക്കെ അവിടെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്, വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും വന്നിട്ട് ജസ്റ്റ് വിശ്രമിക്കാനും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വരാം. അത്യാവശ്യമുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും പോലത്തെ സംഭവങ്ങൾ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് അതുപോലെ വാട്ടർ ഡാൻസ് ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നിലവിലോ ഇല്ല കേട്ടോ, അടച്ചു പൂട്ടി തോന്നുന്നുണ്ട്. അപ്പം മച്ചന്മാരെ വീണ്ടും നമ്മൾ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് എത്തി. നമ്മൾ സൈക്കിൾ പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ ആ മെയിൻ റോഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അടുത്ത വ്ളോഗിലൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് നമുക്ക് കാണാമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും നൈസായിട്ട് മഴയൊക്കെ തുള്ളിറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ക്ലൈമറ്റൊക്കെ എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റണം, അത്രയും പിടിക്കണം. ഒരു 100 ചില്ലാനം കിലോമീറ്റർ രാത്രി ആയാലും പിടിക്കേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാഴ്ചകളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ പറ്റും. ചെറുതായിട്ട് ലേഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്ര ഒരു രസമുള്ള ഒരു വൈബുള്ള ഒരു സ്ഥലം എന്നല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് പാർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടല്ലോ നിങ്ങൾ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോ ഒക്കെ വീണ്ടും വരും, കാത്തിരിക്കുക. നല്ല സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തു നിന്ന് വരിക. മുഴുവനെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പേർക്കെങ്കിലും ഷെയർ ചെയ്താൽ അവർക്കെങ്കിലും സന്തോഷമാവും. അപ്പോൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.